ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு നെത്തിലെ എഴുതിയിരിക്കണമെന്ന് നിனைக்கிறேன். തെന്നിന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ സിംഹാസനത്തിൽ രജനികാന്തിന്റെ അരനൂറ്റാണ്ട്. കലാഭവൻ മണിക്കും വിനായകനും ശേഷം തമിഴ് സിനിമയെ ഇളക്കി മറിച്ചുകൊണ്ട് മറ്റൊരു മലയാളിയുടെ പൂണ്ടുവിളയാട്ടം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മലയാളികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജിന്റെ കൂലി. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ കൂലിക്ക് കഴിയുന്നുണ്ടോ? അമിത പ്രതീക്ഷയിലാണെങ്കിൽ കഴിയുന്നില്ല എന്നും പ്രതീക്ഷകൾ ഏതുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഒറ്റ വാക്കിൽ ചിത്രത്തെ വിലയിരുത്താം. രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്ക് മടക്കി വീട്ടിൽ വയ്ക്കണം. ലുക്ക്, സ്റ്റൈൽ, പ്രസന്റേഷൻ തുടങ്ങി രജനിയുടെ ശൈലി ആഘോഷിക്കുകയാണ് പ്രധാനം. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും യുവത്വമുള്ള ലുക്കിലാണ് രജനീകാന്തിന്റെ വരവ്. അതിനൊപ്പം സ്വാഗും സ്റ്റൈലും ഒത്തിണങ്ങിയ നാഗാർജുന നേർക്കുനേർ വരുന്നു. ഇതിനൊപ്പം സത്യരാജും കന്നഡ സൂപ്പർ താരം ഉപേന്ദ്രയും രജനിക്കൊപ്പമുണ്ട്. ഇതിനിടയിലേക്ക് അമീർ ഖാന്റെ സാന്നിധ്യവും എത്തുന്നതോടെ പടയുടെ വലിപ്പം കൂടുകയാണ്. വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഹൈ പാക്കേജ്ഡ് പ്രകടനങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുന്നത് രജനി തന്നെയാണ്. സിനിമയെ രസകരമാക്കുന്നതും രജനീകാന്തിന്റെ സ്റ്റൈലാണ്. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്നത് സൗബിൻ ഷാക്കിറിന്റെ പ്രകടനവും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വീഡിയോസ്.